സ്വകാര്യ മേഖലയിലെ കന്നഡ സംവരണ വിവാദത്തിൽ വിശദീകരണവുമായി കർണാടക തൊഴിൽ മന്ത്രി സന്തോഷ് എസ്ലാഡ്. യോഗ്യരായ തദ്ദേശീയർക്ക് കൂടുതൽ പരിഗണന നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആവശ്യമെങ്കിൽ ചർച്ച നടത്താൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇക്കാര്യത്തിൽ സർക്കാർ എന്താണ് ഔദ്യോഗികമായി വിശദീകരിക്കുന്ന നിലപാട്? അരുൺ. ഉന്മേഷ്, ഇത്തരം ഈ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ വ്യാപകമായിട്ടുള്ള എതിർപ്പാണ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഉയരുന്നത്. അത് വ്യവസായ സംഘടനകൾ, IT കമ്പനികൾ, ഈ രംഗത്ത് IT മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വിദഗ്ധരുൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ തൊഴിൽ പ്രതിസന്ധിക്ക് ഉൾപ്പെടെ ഇത് കാരണമാക്കും എന്നതും അവർ പറയുന്നുണ്ട്. അതിനിടെയാണ് സർക്കാർ ഇതിൽ അല്പം മയപ്പെട്ട് പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൊഴിൽ മന്ത്രി ഇതിൽ ചർച്ച നടത്താൻ തയ്യാറാണ് എന്നതാണ്. ഇതിൽ യോഗ്യരായിട്ടുള്ളവർ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റ് ഇളവിന് കമ്പനികൾക്ക് തേടാൻ അവസരമുണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായി. നിലവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ സർക്കാർ ഇതിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്നാൽ വ്യാപകമായിട്ടുള്ള വിമർശനം, ഈ പ്രതികരണങ്ങൾ, എതിർപ്പുകൾ ഇതിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുമുണ്ട്. ഉന്മേഷ്. അരുൺ പൂപ്പറമ്പ, ബംഗളൂരുവിൽ നിന്ന്.